നമസ്കാരം. കേരളത്തിലെ 140 മണ്ഡലങ്ങളിലെ വികസന പ്രവർത്തനങ്ങളെ പരിചയപ്പെടുത്തുന്ന വികസന വീതിയിൽ വിജയ കേരളം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഈ എപ്പിസോഡിൽ പാലക്കാട് ജില്ലയിലെ ഷൊർണൂർ, മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി എന്നീ മണ്ഡലങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾ പരിചയപ്പെടാം. കേരളത്തിന്റെ ഗതാഗത ഭൂപടത്തിൽ നിർണായക സ്ഥാനമുള്ള സ്ഥലം, ഭാരതപ്പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നതുമായ ഷൊർണൂർ നിയോജക മണ്ഡലത്തിലെ വികസന മുന്നേറ്റങ്ങളാണ് ഈ അധ്യായത്തിൽ നമ്മൾ പരിചയപ്പെടുന്നത്. ഷൊർണൂർ, ചെറുപ്പളശ്ശേരി നഗരസഭകളും സമീപ പഞ്ചായത്തുകളായ വാണിയംകുളം, ചളവറ, നെല്ലായി, ചെറുപ്പളശ്ശേരി, അനങ്ങനടി, തൃക്കടീരി, വെള്ളിനേഴി തുടങ്ങിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രദേശങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ഈ മണ്ഡലം. ഈ പ്രദേശങ്ങളിലെ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ട് കേരള സർക്കാർ കിഫ്ബിയിലൂടെ നടപ്പിലാക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ വികസന പദ്ധതികളെക്കുറിച്ചാണ് ഇന്ന് നാം വിശദമായി മനസ്സിലാക്കുന്നത്. കേരളത്തിൻ്റെ വികസന കുതിപ്പിന് ഏറ്റവും പ്രയോജനപ്രദമായ ഫലപ്രദമായ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കിഫ്ബി പദ്ധതിയുടെ ഷൊർണൂർ മണ്ഡലത്തിലെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട റോഡുകൾ നേരത്തെ PWയുടെ കീഴിലുണ്ടായിരുന്ന ചെർപ്പളശ്ശേരി പെരിന്തൽമണ്ണ റോഡ്, അതുപോലെ തന്നെ ഒറ്റപ്പാലം പെരിന്തൽമണ്ണ റോഡ്, അടയ്ക്കാപുത്തൂർ കല്ലുവഴി റോഡ്, ശ്രീകൃഷ്ണപുരം മുറിയങ്കണ്ണി ചെത്തല്ലൂർ റോഡ്, വാണിയംകുളം പത്തംകുളം റോഡ് തുടങ്ങിയ ഈ റോഡുകൾക്കെല്ലാം കൂടി 140 കോടി രൂപയിലധികം വരുന്ന ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ഫലപ്രദമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ അടയ്ക്കാപുത്തൂർ കല്ലുവഴി റോഡും അതുപോലെ തന്നെ ശ്രീകൃഷ്ണപുരം മുറിയങ്കണ്ണി റോഡിൻ്റെയും പ്രവർത്തനം, അടയ്ക്കാപുത്തൂർ കല്ലുവഴി റോഡിൻ്റെ പ്രവർത്തനം പൂർണ്ണമായി പൂർത്തീകരിച്ച് ബഹുമാനപ്പെട്ട മന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്തു. ശ്രീകൃഷ്ണപുരം മുറിയങ്കണ്ണി റോഡിൻ്റെ പ്രവർത്തനം 90% പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വാണിയംകുളം പത്തംകുളം റോഡിൻ്റെ ഫസ്റ്റ് റീച്ച് പ്രവർത്തനം ആരംഭിച്ച് രണ്ടാമത്തെ പ്രവർത്തനം ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള ടെൻഡർ നടപടികളിലേക്ക് പോയിരിക്കുകയാണ്. ഒറ്റപ്പാലം നിന്ന് പെരിന്തൽമണ്ണ വരെ പോകുന്ന ഒറ്റപ്പാലം ചെർപ്പളശ്ശേരി റോഡിൻ്റെ ഒറ്റപ്പാലം ടു 0 വരെയുള്ള 11 കിലോമീറ്ററിൻ്റെ ടെൻഡർ നടപടി പൂർത്തിയാക്കി പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നു. 0 to 11 മുതൽ ചെർപ്പളശ്ശേരി വരെയുള്ളതിൻ്റെ ഫസ്റ്റ് ലെയർ പൂർത്തിയാക്കി രണ്ടാമത്തെ ടാറിങ്ങുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം 140 കോടി രൂപയിലധികം വരുന്ന സംഖ്യ ഈ റോഡുകൾക്ക് വേണ്ടി വിനിയോഗിക്കുകയും റോഡുകളൊക്കെ തന്നെ കണ്ണഞ്ചിപ്പിക്കുന്ന രൂപത്തിൽ, അതിശയിപ്പിക്കുന്ന രൂപത്തിൽ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കുകയും ചെയ്യാം. പാലക്കാട് ജില്ലയിൽ തന്നെ ഏറ്റവും മനോഹരമായ ഒരു പട്ടണമായി ചെർപ്പളശ്ശേരി നഗരം മാറാൻ വേണ്ടി പോവാൻ ടൗൺ നവീകരണം 33 കോടി രൂപയുടെ പദ്ധതിയാണ് അവിടെ നടക്കുന്നതെന്നർത്ഥം. ഇതിനു പുറമെ വിദ്യാലയങ്ങളുടെ നവീകരണവുമായി ബന്ധപ്പെട്ട് ചെർപ്പളശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂള്, അതുപോലെ തന്നെ വെള്ളിനേഴി ഹയർ സെക്കൻഡറി സ്കൂള്, മാരായമംഗലം ഹയർ സെക്കൻഡറി സ്കൂള്, അതുപോലെ തന്നെ ഗണേഷ്ഗിരി സ്കൂളുകൾ, ഈ സ്കൂളുകൾക്കെല്ലാം കൂടി മൊത്തം 10 കോടി രൂപയുടെ ഫണ്ട് അനുവദിക്കുകയും അതിൽ ചെർപ്പളശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ കെട്ടിട നിർമ്മാണം നേരത്തെ പൂർത്തീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മറ്റ് 3 ഗണേഷ്ഗിരി സ്കൂളിൻ്റെ കമ്പനി പൂർത്തിയാക്കി മാരായമംഗലം വെള്ളിനേഴിയും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് പുറമെ IPT എന്ന് പറയുന്ന കൊളപ്പള്ളിയിൽ പ്രവർത്തിക്കുന്ന ആ സ്ഥാപനത്തിന് 2.5 കോടി രൂപയുടെ കിഫ്ബി പദ്ധതിയുടെ കെട്ടിട നിർമ്മാണം അവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നർത്ഥം. മറ്റൊരു പ്രവൃത്തി പട്ടാമ്പി നിള IPT എന്ന് പറയുന്ന റോഡാണ്. പട്ടാമ്പിയിൽ നിന്ന് പാലക്കാട്ടേക്ക് വരുന്ന റോഡിൽ നിള ആശുപത്രി മുതൽ ഈ IPT ജംഗ്ഷൻ വരെ ഒരു നിർമ്മാണ പ്രവർത്തനം ദ്രുതഗതിയിൽ നടക്കുന്നുണ്ട്. പട്ടാമ്പി മണ്ഡലം എന്ന നിലയ്ക്ക് വേണമെങ്കിൽ പറയാം. എന്നാൽ IPT മുതൽ കൊളപ്പള്ളി ജംഗ്ഷൻ വരെ ഏറെക്കുറെ 1,800 മീറ്റർ ഇതിൻ്റെ തുടർച്ച എന്ന നിലക്കുള്ള അതിൻ്റെ പ്രവൃത്തി ഏറ്റെടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ നിർദ്ദേശം കിഫ്ബിയിൽ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നിള IPT റോഡിൻ്റെ നിർമ്മാണം പൂർത്തിയാകുന്ന മുറക്ക് തന്നെ അതിൻ്റെ തുടർച്ച എന്ന നിലക്ക് ബാക്കി വരുന്ന ഈ കൊളപ്പള്ളി വരെയുള്ള ഭാഗങ്ങൾ ഏറ്റെടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. എത്രയും വേഗം അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടിയുള്ള സഹായകരമായ നിലപാട് കിഫ്ബിയുടെ ഭാഗത്ത് നിന്നുണ്ടാകണം എന്നാണ് പറയാൻ. മറ്റൊന്ന്, പട്ടാമ്പിയിൽ നിന്ന് തീരദേശം വഴി പട്ടാമ്പിയിൽ നിന്ന് പുഴ കടന്നാൽ പുതിയ പാലം വരുന്നുണ്ട്. അവിടെ നിന്ന് പട്ടാമ്പിയിലേക്ക് കടന്നാൽ പിന്നീട് നമ്പറം വഴി അങ്ങനെ ഓങ്ങല്ലൂർ പഞ്ചായത്ത് വഴി കാരക്കാട് കടന്ന് ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിലേക്ക് വന്ന് കൊച്ചി പാലത്തെ ബന്ധിപ്പിക്കുന്ന
പൂർണ്ണമായും തീരദേശ റോഡാണ്. അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ നടപടികളെല്ലാം പൂർത്തിയാക്കി, സർവേ കഴിഞ്ഞു, ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയാക്കി അതിൻ്റെ പ്രപ്പോസൽ സമർപ്പിക്കപ്പെട്ടു. അങ്ങനെ വന്നാൽ കുറ്റിപ്പുറത്ത് നിന്ന് നേരെ തീരദേശം വഴി തൃത്താലയിലൂടെ വന്ന് പട്ടാമ്പിയിലേക്ക് കയറി, പട്ടാമ്പിയുടെ ഭാഗത്ത് തീരദേശത്ത് കൂടെ വന്ന് ഷൊർണൂർ ബന്ധിപ്പിച്ച് കൊച്ചി പാലത്തിലേക്ക് എത്താൻ കഴിയുന്ന ഒരു റോഡിൻ്റെ പ്രപ്പോസൽ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അത് ഉൾപ്പെടുത്തണം എന്നുള്ള അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നർത്ഥം. റോഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ അതാണ്. അതുപോലെ തന്നെ ആശുപത്രി കിഫ്ബി പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 1,70,00,000 MLA ഫണ്ടും ആ കിഫ്ബി ഫണ്ടും ഉപയോഗിച്ച് ഐസൊലേഷൻ വാർഡ് ചെർപ്പളശ്ശേരി നമ്മുടെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ ഭാഗമായി പ്രവർത്തനം നേരത്തെ ആരംഭിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തുടർ നടപടികൾ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട്. അനുബന്ധമായി എക്സ്റേ പ്ലാന്റ് വേറെ MLA ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ ആശുപത്രി രംഗത്ത് 1,70,00,000 ഉപയോഗിച്ച് ഐസൊലേഷൻ വാർഡ് ഫലപ്രദമായി നിർമ്മാണം പൂർത്തിയാക്കി പ്രവർത്തനം ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് ഇതിൻ്റെ ഭാഗമായി പറയാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് പ്രധാനമായും റോഡുകൾ PWDയിൽ നിലവിലുണ്ടായിരുന്ന റോഡുകളെല്ലാം കിഫ്ബി പദ്ധതിയുമായി KRFയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റെടുത്ത് അതിൻ്റെ നടപടികൾ ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ചിലത് പൂർത്തിയായിട്ടുണ്ട്, ചിലത് പകുതിയായിട്ടുണ്ട്, ചിലത് അടിയന്തരമായിട്ട് പൂർത്തിയാക്കാനുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. പിന്നീട് വിദ്യാലയങ്ങളാണ്. മൊത്തത്തിൽ ഇപ്പോൾ IPT കൂടി വരുമ്പോൾ 12.5 കോടി രൂപ കെട്ടിടങ്ങൾ ആധുനികവൽക്കരിക്കുന്നതിന് വേണ്ടി വിനിയോഗിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന് കുടിവെള്ളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 28 കോടി രൂപയുടെ പദ്ധതി വിഭാവനം ചെയ്തിട്ട് നടപടിയിലേക്ക് കടന്നിട്ടുണ്ട്. മൊത്തത്തിൽ ഷൊർണൂർ മണ്ഡലത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കിഫ്ബി പദ്ധതിയുടെ സഹായത്തോടു കൂടി ഷൊർണൂർ മണ്ഡലത്തിൻ്റെ ഗതാഗത സൗകര്യങ്ങൾ, യാത്രാ സൗകര്യങ്ങൾ, കുടിവെള്ളത്തിൻ്റെ സൗകര്യങ്ങൾ, സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കെട്ടിടങ്ങളുടെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടി ഈ പദ്ധതി കൊണ്ട് പ്രയോജനപ്പെട്ടിട്ടുണ്ട്. നേരത്തെയുള്ള 5 കൊല്ലക്കാലത്തിൻ്റെ തുടർന്ന് ആരംഭിച്ച പദ്ധതികളുടെ പൂർത്തീകരണവും പുതിയ പദ്ധതികൾ ഏറ്റെടുത്തുകൊണ്ടും ഷൊർണൂരിൻ്റെ വികസന കുതിപ്പിൽ നിർണായകമായ പങ്ക് വഹിക്കാൻ ഈ കിഫ്ബി പദ്ധതിക്കായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. 25 കൊല്ലമായി കിഫ്ബി പദ്ധതി പ്രവർത്തനം ആരംഭിച്ചെങ്കിലും കിഫ്ബി പദ്ധതി എന്ന് പറയുന്നത് ജനങ്ങളുടെ നാവിൻ തുമ്പിൽ വരാൻ വേണ്ടി തുടങ്ങിയത് ഈ കഴിഞ്ഞ 8 വർഷത്തിനിടക്കാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് കിഫ്ബി പദ്ധതിയെ പ്രയോജനപ്പെടുത്തി ഈ കേരളത്തെ ഒരു പുതിയ കേരളമാക്കി മാറ്റാൻ നടക്കുന്ന ഈ പരിശ്രമത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന കിഫ്ബിയെയും അതിൻ്റെ സംഘാടകരെയും നടത്തിപ്പുകാരെയും ഈ അവസരത്തിൽ അഭിനന്ദിച്ചുകൊണ്ട് അനുമോദിച്ചുകൊണ്ട് 25ാം വാർഷികത്തിന് എല്ലാ ഭാവങ്ങളും നേരുന്നു. ഷൊർണൂർ മണ്ഡലത്തിൻ്റെ പുരോഗതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മികച്ച ഗതാഗത സൗകര്യങ്ങൾ. സംസ്ഥാനത്തെ പ്രധാന റെയിൽവേ ജംഗ്ഷനുകളിലൊന്ന് ഇവിടെ സ്ഥിതി ചെയ്യുന്നതിനാൽ റോഡ് മാർഗമുള്ള കണക്ടിവിറ്റിക്ക് വലിയ പ്രാധാന്യമുണ്ട്. പൊതുമരാമത്ത് വകുപ്പ് കിഫ്ബി സാമ്പത്തിക സഹായത്തോടെ ഈ മേഖലയിൽ നടപ്പിലാക്കുന്ന പദ്ധതികൾ ഷൊർണൂരിൻ്റെ വളർച്ചയ്ക്ക് അനിവാര്യമാണ്. പ്രധാന റോഡ് പദ്ധതികൾ നമുക്ക് പരിശോധിക്കാം. ചെർപ്പളശ്ശേരി ബൈപ്പാസും ടൗൺ നവീകരണവും. ഷൊർണൂരിൻ്റെ അയൽപക്കത്തുള്ള പ്രധാന പട്ടണമായ ചെർപ്പളശ്ശേരിയിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനും ടൗൺ നവീകരണത്തിനുമായി KRFB വഴി 39 കോടി രൂപയുടെ പദ്ധതിയാണ് നടപ്പിലാക്കുന്നത്. ഇതിൽ 22.5 കോടിയിലധികം രൂപയുടെ പണികൾ പുരോഗമിക്കുന്നു. ഇത് ഷൊർണൂരിൽ നിന്ന് മലപ്പുറം ഭാഗത്തേക്കുള്ള യാത്ര സുഗമമാക്കാൻ സഹായിക്കും. ഒറ്റപ്പാലം ചെർപ്പളശ്ശേരി റോഡ്. ഈ പ്രധാന പാതയുടെ നവീകരണത്തിനായി 62.4 കോടി രൂപ അനുവദിച്ചതിൽ 8.9 കോടി രൂപയുടെ പണികൾ നടന്നിട്ടുണ്ട്. ഒറ്റപ്പാലം പെരിന്തൽമണ്ണ റോഡ്. ഈ റോഡിൻ്റെ 11 മുതൽ 16.8 കിലോമീറ്റർ വരെയുള്ള ഭാഗം വീതി കൂട്ടി നവീകരിക്കുന്നതിന് 28.3 കോടി രൂപ അനുവദിച്ചതിൽ 17 കോടിയിലധികം രൂപയുടെ പണികൾ നടന്നിട്ടുണ്ട്. ഇത് മലബാർ മേഖലയിലെ പ്രധാന പാതകളിലൊന്നാണ്. പാതായ്ക്കര വാണിയംകുളം റോഡും വാണിയംകുളം കോതക്കുറിശി റോഡും. വാണിയംകുളം പഞ്ചായത്തിലൂടെ കടന്നു പോകുന്ന ഈ റോഡിൻ്റെ നവീകരണത്തിനായി 20.5 കോടി രൂപ അനുവദിച്ചതിൽ 11 കോടിയോളം രൂപയുടെ പണികൾ പുരോഗമിക്കുന്നു. അടയ്ക്കാപുത്തൂർ കല്ലുവഴി റോഡ്. 16.3 കോടി രൂപ മുടക്കി നവീകരിച്ച ഈ റോഡിന്റെ പണി ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. ശ്രീകൃഷ്ണപുരം മുറിയങ്കണ്ണി ചെത്തനെല്ലൂർ റോഡ്. 54.7 കോടി രൂപയുടെ ഈ പദ്ധതിയിൽ 24.4 കോടി രൂപയുടെ പണികൾ പുരോഗമിക്കുന്നു. പട്ടാമ്പി ചെർപ്പളശ്ശേരി റോഡിന്റെ മെച്ചപ്പെടുത്തൽ പദ്ധതി കിഫ്ബിയുടെ പരിഗണനയിലാണ്. ഈ റോഡ് പദ്ധതികൾ പൂർത്തിയാകുന്നതോടെ ഷൊർണൂർ മണ്ഡലത്തിനകത്തും പുറത്തേക്കുമുള്ള യാത്രകൾ സുഗമമാകും. ചരക്ക് നീക്കം വേഗത്തിലാകും. അപകടങ്ങൾ കുറയും. ഒരു നഗരത്തിൻ്റെയും സമീപ പ്രദേശങ്ങളുടെയും ആരോഗ്യകരമായ നിലനിൽപ്പിന് ശുദ്ധമായ കുടിവെള്ളം അത്യന്താപേക്ഷിതമാണ്.
ഷൊർണൂർ നഗരസഭയിലെയും വാണിയംകുളം പഞ്ചായത്തിലെയും വർദ്ധിച്ചു വരുന്ന കുടിവെള്ള ആവശ്യം നിറവേറ്റുന്നതിനായി ജലവിഭവ വകുപ്പ് കേരള വാട്ടർ അതോറിറ്റി വഴി കിഫ്ബി സഹായത്തോടെ വലിയ പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്. ഷൊർണൂർ നഗരസഭയിലെയും വാണിയംകുളം പഞ്ചായത്തിലെയും കുടിവെള്ള വിതരണ പദ്ധതിക്കായി 35 കോടി രൂപയാണ് കിഫ്ബി അനുവദിച്ചിരിക്കുന്നത്. ഇതിൽ 26.6 കോടിയിലധികം രൂപയുടെ പണികൾ പുരോഗമിച്ചു കഴിഞ്ഞു. മറ്റൊരു മേഖല കുടിവെള്ള വിതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഷൊർണൂരിൽ നേരത്തെ പ്രവർത്തിക്കുന്ന തടയണയിൽ നിന്ന് വെള്ളം ശേഖരിച്ച് ഷൊർണൂരിലെ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിലേക്ക് അടിച്ച് ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിലേക്കും വാണിയംകുളം പഞ്ചായത്തിലേക്കും വെള്ളം കൊടുക്കുന്ന പദ്ധതിയാണ്. പക്ഷേ ആ പദ്ധതിയുടെ നിലവിലുള്ളൊരു സ്ഥിതി വെച്ചുകൊണ്ട് ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിൽ പൂർണ്ണമായി വെള്ളം എത്തിക്കാനും കഴിഞ്ഞിരുന്നില്ല. അതുപോലെ തന്നെ വാണിയംകുളത്ത് കൊടുക്കണമെങ്കിലും പുതിയ ടാങ്ക് നിർമ്മാണം ആവശ്യമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായി കുടിവെള്ള മേഖലയിൽ 28 കോടി രൂപയുടെ പദ്ധതി വിഭാവനം ചെയ്ത് അതിൻ്റെ നടപടികളെല്ലാം പൂർത്തിയാക്കി പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടി പോവുകയാണെന്നർത്ഥം. ഇതിന്റെ തുടർച്ചയായി വിതരണ ശൃംഖല വിപുലീകരിക്കുന്നതിനുള്ള രണ്ടാം ഘട്ട പദ്ധതിക്ക് 25.5 കോടി രൂപ കൂടി കിഫ്ബി അംഗീകാരം നൽകിയിട്ടുണ്ട്. ഇതിന്റെ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കും. പാലക്കാട് ജില്ലയിലെ വിവിധ കുടിവെള്ള പദ്ധതികൾക്കായി നീക്കിവെച്ച ഫണ്ടിൽ നിന്നും ഷൊർണൂർ പദ്ധതികൾക്ക് സഹായം ലഭിക്കുന്നുണ്ട്. ഈ പദ്ധതികൾ പൂർണ്ണമാകുന്നതോടെ ഷൊർണൂരിലെയും വാണിയംകുളത്തെയും ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് ശുദ്ധജലം ലഭിക്കും. വിദ്യാഭ്യാസ രംഗത്ത് ഷൊർണൂരിന് മികച്ച പാരമ്പര്യമുണ്ട്. അത് കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി പൊതുവിദ്യാഭ്യാസ, ഉന്നത വിദ്യാഭ്യാസ മേഖലകളിൽ കിഫ്ബിയിലൂടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വലിയ ഊന്നൽ നൽകുന്നു. പൊതുവിദ്യാഭ്യാസത്തിൽ സംസ്ഥാനത്തൊട്ടാകെ നടപ്പാക്കുന്ന സ്കൂൾ ക്ലസ്റ്റർ നവീകരണ പദ്ധതികളുടെ ഭാഗമായി ഷൊർണൂർ മണ്ഡലത്തിലെ സർക്കാർ സ്കൂളുകൾക്കും പ്രയോജനം ലഭിക്കുന്നു. വിവിധ പദ്ധതികളിലൂടെ ലഭിക്കുന്ന ഫണ്ട് ഉപയോഗിച്ച് സ്കൂളുകളിൽ പുതിയ കെട്ടിടങ്ങൾ, ലാബുകൾ, ലൈബ്രറികൾ, ടോയ്ലറ്റുകൾ, ഹൈടെക് ക്ലാസ് മുറികൾ എന്നിവ നിർമ്മിക്കുന്നു. ഇത് പഠന നിലവാരം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. ഉന്നത സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് ഷൊർണൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിന്റെ നവീകരണവും പ്രധാനമാണ്. മേപ്പാടി, മാനന്തവാടി, ചേലക്കര പോളിടെക്നിക്കുകൾക്കൊപ്പമുള്ള ക്ലസ്റ്റർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കിറ്റ്കോ വഴി നടപ്പാക്കുന്ന ഈ നവീകരണത്തിനായി 12 കോടിയിലധികം രൂപ ഇതിനകം ചെലവഴിച്ചു കഴിഞ്ഞു. ഇത് ഷൊർണൂരിലെ വിദ്യാർത്ഥികൾക്ക് മികച്ച സാങ്കേതിക പഠന സൗകര്യങ്ങൾ ഉറപ്പാക്കും. ആരോഗ്യ സംരക്ഷണത്തിനായുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ശ്രദ്ധ നൽകുന്നുണ്ട്. സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കുന്ന കിഫ്ബി പദ്ധതികളുടെ ഭാഗമായി ഷൊർണൂർ മണ്ഡലത്തിനും പ്രയോജനം ലഭിക്കും. പ്രധാനമായും പകർച്ചവ്യാധികൾ പോലുള്ള അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിനായി എല്ലാ നിയോജക മണ്ഡലങ്ങളിലും 10 കിടക്കകളുള്ള ഐസൊലേഷൻ വാർഡുകൾ നിർമ്മിക്കുന്നതിനുള്ള കിഫ്ബിയുടെ ബൃഹത്തായ പദ്ധതി ഷൊർണൂരിലെ സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങൾക്കും മുതൽക്കൂട്ടാകും. ഇതിനായി 108 കോടിയിലധികം രൂപ സംസ്ഥാനത്താകെ ചെലവഴിച്ചു കഴിഞ്ഞു. ഇത് അടിയന്തര ഘട്ടങ്ങളിൽ മെച്ചപ്പെട്ട ചികിത്സ ഉറപ്പാക്കാൻ സഹായിക്കും. യുവജനങ്ങൾക്ക് പുതിയ തൊഴിൽ സാധ്യതകൾ തുറന്നു നൽകുന്നതിനും അവരുടെ കഴിവുകൾ വികസിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള പദ്ധതികളും പുരോഗമിക്കുന്നു. പ്ലാനിംഗ് ആൻഡ് ഇക്കണോമിക് അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റ്, കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജിക് കൗൺസിൽ വഴി നടപ്പിലാക്കുന്ന വർക്ക് നിയർ ഹോം എന്ന നൈപുണ്യ വികസന പദ്ധതി ഇതിൽ പ്രധാനമാണ്. 27.5 കോടി രൂപ കിഫ്ബി ഇതിനായി വകയിരുത്തിയിട്ടുണ്ട്. ഈ സംസ്ഥാനതല പദ്ധതിയിലൂടെ ഷൊർണൂരിലെ യുവജനങ്ങൾക്കും പുതിയ കാലത്തെ തൊഴിൽ മേഖലകളിൽ പരിശീലനം നേടാനും പ്രാദേശികമായി തന്നെ തൊഴിലവസരങ്ങൾ കണ്ടെത്താനും സാധിക്കും.
ഷൊർണൂർ നിയോജക മണ്ഡലത്തിൽ കിഫ്ബിയിലൂടെ നടപ്പിലാക്കുന്ന വികസന പദ്ധതികൾ വിലയിരുത്തുമ്പോൾ ഗതാഗതം, കുടിവെള്ളം, വിദ്യാഭ്യാസം, ആരോഗ്യം, നൈപുണ്യ വികസനം തുടങ്ങി പ്രധാനപ്പെട്ട എല്ലാ മേഖലകളിലും കാര്യമായ പുരോഗതി ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെന്ന് വ്യക്തമാകും. കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപമാണ് ഈ നാടിന്റെ ഭാവിക്കായി സർക്കാർ നടത്തുന്നത്. പദ്ധതികളെല്ലാം പൂർണ്ണമാകുമ്പോൾ ഷൊർണൂർ നഗരസഭയിലെയും വാണിയംകുളം, ചളവറ, നെല്ലായി തുടങ്ങിയ സമീപ പഞ്ചായത്തുകളിലെയും ജനങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകും. യാത്രാ സൗകര്യം മെച്ചപ്പെടും. കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരമാകും. കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം ലഭിക്കും. ആരോഗ്യ സൗകര്യങ്ങൾ വർദ്ധിക്കും. യുവജനങ്ങൾക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കും. കിഫ്ബിയിലൂടെയുള്ള ഈ വികസന മുന്നേറ്റം ഷൊർണൂരിന്റെ ശോഭനമായ ഭാവിക്കുള്ള നിക്ഷേപമാണ്. ഇനി നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ ചരിത്രവും പൈതൃകവും ഇഴചേർന്ന് വികസന സാധ്യതകൾ ഏറെയുള്ള കൊണ്ടോട്ടി നിയോജക മണ്ഡലത്തെക്കുറിച്ചാണ്. കൊണ്ടോട്ടി താലൂക്കിൽ ഉൾപ്പെടുന്ന കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റിയും വാഴയൂർ, വാഴക്കാട്, പുളിക്കൽ, ചെറുകാവ്, ചീക്കോട്, മുതുവല്ലൂർ എന്നീ 6 ഗ്രാമപഞ്ചായത്തുകളും ചേർന്നതാണ് ഈ നിയോജക മണ്ഡലം. ഈ പ്രദേശങ്ങളിലെല്ലാം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വിദ്യാഭ്യാസ, ആരോഗ്യ, ഗതാഗത, ശുദ്ധജല മേഖലകളിലടക്കം വലിയ മാറ്റങ്ങൾക്കാണ് സാക്ഷ്യം വഹിക്കുന്നത്. എങ്ങനെയാണ് ഈ വികസന പ്രവർത്തനങ്ങൾ നാടിന്റെ മുഖച്ഛായ മാറ്റുന്നത്? കിഫ്ബി പോലുള്ള ഏജൻസികളുടെ പിന്തുണയോടെ നടപ്പാക്കുന്ന പദ്ധതികൾ സാധാരണക്കാരന്റെ ജീവിതത്തിൽ എങ്ങനെ സ്വാധീനിക്കുന്നു? നമുക്ക് വിശദമായി പരിശോധിക്കാം. കിഫ്ബി കേരളത്തിൽ നിന്ന് നടപ്പിലാക്കിയപ്പോൾ, പ്രത്യേകിച്ച് 2016 ശേഷമാണ് ഈ ആശയം അതിശക്തമായി ഇംപ്ലിമെൻ്റ് ചെയ്ത് കേരളത്തിൽ മുന്നോട്ട് പോയിട്ടുള്ളത്. ഇങ്ങനെ മുന്നോട്ട് പോയപ്പോൾ ഞാൻ കൊണ്ടോട്ടി മണ്ഡലം MLA എന്നുള്ള നിലക്ക് എൻ്റെ മണ്ഡലത്തിൽ കിഫ്ബി മുഖേന വന്ന ഒരുപാട് പ്രോജക്റ്റുകളുണ്ട്. അതിൽ റോഡ് പ്രോജക്റ്റുകൾ 3 റോഡ് പ്രോജക്റ്റുകൾ വന്നു. അതുപോലെ തന്നെ ഒരു താലൂക്ക് ആശുപത്രിയുടെ ഒരു 45 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് വന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള പ്രോജക്റ്റ് കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റിയിൽ വന്നു 108 കോടി രൂപയുടെ. ഏറ്റവും വലിയൊരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് കൊണ്ടോട്ടി എടവണ്ണപ്പാറ അരീക്കോട് റോഡിൻ്റെ പ്രോജക്റ്റാണ്. അത് 104 കോടി രൂപയാണ്. 122 കോടി രൂപയായിരുന്നു പ്രാഥമികമായിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ രംഗത്ത് പ്രത്യേകിച്ച് ഒരു ഹൈടെക് സ്കൂൾ 5 കോടി രൂപ, 6,000 കുട്ടികളിലധികം പഠിക്കുന്ന സ്കൂളുകൾ 3 കോടി രൂപ, പിന്നീട് അത് GSTയും ചേർത്ത് വന്നപ്പോൾ പല സ്കൂളുകൾക്കും 4 കോടി രൂപയോളം കിട്ടി. അതോടൊപ്പം തന്നെ 1 കോടി രൂപയുടെ 5 സ്കൂളുകളും, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ കിഫ്ബിയുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വന്നു. അവിടെയൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ വളരെ നന്നായി മുന്നോട്ട് പോയിട്ടുണ്ട്. കിഫ്ബിയെക്കുറിച്ച് പറയുമ്പോൾ ഇതാണ് അതിൽ പ്രധാനമായിട്ടും ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ളത്. ഒരു നാടിൻ്റെ ഭാവി നിർണ്ണയിക്കുന്നത് അവിടുത്തെ വിദ്യാഭ്യാസ സൗകര്യങ്ങളാണ്. ഈ തിരിച്ചറിവോടെയാണ് സംസ്ഥാന സർക്കാർ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കമിട്ടത്. ഇതിന്റെ ഭാഗമായി കിഫ്ബി ധനസഹായത്തോടെ നടപ്പിലാക്കുന്ന സ്കൂൾ നവീകരണ പദ്ധതികൾ കൊണ്ടോട്ടി മണ്ഡലത്തിനും വലിയ മുതൽക്കൂട്ടായി. സ്കൂളുകളെ ക്ലസ്റ്ററുകളായി തിരിച്ച് നവീകരിക്കുന്ന ബൃഹത് പദ്ധതിയുടെ ഗുണഫലങ്ങൾ കൊണ്ടോട്ടിയിലെ വിദ്യാലയങ്ങൾക്കും ലഭിച്ചു. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ, കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ തുടങ്ങിയ ഏജൻസികളുടെ മേൽനോട്ടത്തിൽ കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികളാണ് പുരോഗമിക്കുന്നത്. ഹൈടെക് ക്ലാസ് മുറികൾ, ആധുനിക ലാബുകൾ, മികച്ച ലൈബ്രറികൾ, ശൗചാലയങ്ങൾ, ശൗചാലയങ്ങൾ, കളിസ്ഥലങ്ങൾ തുടങ്ങി അന്താരാഷ്ട്ര നിലവാരത്തിലേക്കുള്ള സൗകര്യങ്ങളാണ് സ്കൂളുകളിൽ ഒരുങ്ങുന്നത്. ഇത് നമ്മുടെ കുട്ടികൾക്ക് മികച്ച പഠനാന്തരീക്ഷം ഉറപ്പാക്കുന്നു. ഉന്നത വിദ്യാഭ്യാസ രംഗത്തും ശ്രദ്ധേയമായ മുന്നേറ്റമുണ്ട്. കിറ്റ്കോയുടെ മേൽനോട്ടത്തിൽ നടപ്പിലാക്കുന്ന മലപ്പുറം ക്ലസ്റ്റർ ഫേസ് 3 പോലുള്ള പദ്ധതികളിലൂടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അടിസ്ഥാന സൗകര്യ വികസനം സാധ്യമാവുകയാണ്. ഏകദേശം 14.6 കോടി രൂപയുടെ ഈ പദ്ധതിയും അംഗീകാരം നേടി മുന്നോട്ട് പോകുന്നു. എല്ലാവർക്കും ആരോഗ്യം എന്ന ലക്ഷ്യത്തോടെ ആരോഗ്യ മേഖലയിലും വലിയ നിക്ഷേപങ്ങളാണ് സർക്കാർ നടത്തുന്നത്.
കൊണ്ടോട്ടി മണ്ഡലത്തിലെ ജനങ്ങൾക്ക് ഏറെ ആശ്വാസം നൽകുന്ന പദ്ധതിയാണ് കൊണ്ടോട്ടി താലൂക്ക് ആശുപത്രിയുടെ നവീകരണം. ഇൻകെൽ ലിമിറ്റഡിന്റെ മേൽനോട്ടത്തിൽ ഏകദേശം 36 കോടി രൂപ മുതൽ മുടക്കിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിന്റെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുമ്പോൾ അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ താലൂക്ക് ആശുപത്രിയിൽ ലഭ്യമാകും. വിദഗ്ധ ചികിത്സകൾക്കായി ദൂരസ്ഥലങ്ങളിലേക്ക് പോകേണ്ടി വരുന്ന സാധാരണക്കാരുടെ ബുദ്ധിമുട്ടുകൾക്ക് ഇത് വലിയൊരളവിൽ പരിഹാരമാകും. അതോടൊപ്പം കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ പകർച്ചവ്യാധി പ്രതിരോധത്തിന് ഊന്നൽ നൽകി സംസ്ഥാനത്തെ 100 പദ്ധതിക്കും സർക്കാർ തുടക്കമിട്ടു. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ നേതൃത്വത്തിൽ 236 കോടിയിലധികം രൂപയുടെ ഈ പദ്ധതിയുടെ പ്രയോജനം സ്വാഭാവികമായും കൊണ്ടോട്ടി മണ്ഡലത്തിനും ലഭിക്കും. ഇത് ഭാവിയിലെ ആരോഗ്യ അടിയന്തരാവസ്ഥകളെ നേരിടാൻ നമ്മെ കൂടുതൽ സജ്ജരാക്കും. ഒരു നാടിന്റെ വികസനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മികച്ച ഗതാഗത സൗകര്യങ്ങൾ. കൊണ്ടോട്ടി മണ്ഡലത്തിലൂടെ കടന്നുപോകുന്ന കൊണ്ടോട്ടി മണ്ഡലത്തിലൂടെ കടന്നുപോകുന്ന പ്രധാന റോഡുകൾ നവീകരിക്കുന്നതിനും പുതിയ പാതകൾ യാഥാർത്ഥ്യമാകുന്നതിനും സർക്കാർ വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. കിഫ്ബി സഹായത്തോടെ കേരള റോഡ് ഫണ്ട് ബോർഡ് നിരവധി വികസന പദ്ധതികളാണ് ഇവിടെ നടപ്പിലാക്കുന്നത്. ചില പദ്ധതികൾ നോക്കാം. കൊണ്ടോട്ടി എടവണ്ണപ്പാറ അരീക്കോട് റോഡ് ഏകദേശം 21 കിലോമീറ്റർ വരുന്ന ഈ പ്രധാന പാതയുടെ നവീകരണത്തിനായി 103 കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചത്. ഇതിൽ 74 കോടിയിലധികം രൂപ ഇതിനകം ചെലവഴിച്ചു കഴിഞ്ഞു. DBM and BC നിലവാരത്തിൽ ടാർ ചെയ്യുന്നതോടെ ഈ റൂട്ടിലെ യാത്ര അതീവ സുഗമമാകും. കടുങ്ങല്ലൂർ വിളയിൽ ചാളിയപ്പുറം റോഡ് കൊണ്ടോട്ടി മണ്ഡലത്തിലെ മറ്റൊരു പ്രധാന റോഡാണിത്. 8.2 കിലോമീറ്റർ ദൂരം BM and BC നിലവാരത്തിൽ നവീകരിക്കുന്നതിന് 16.4 കോടി രൂപയുടെ പദ്ധതിക്കും അംഗീകാരം ലഭിച്ചു. ഇതിൽ ഭൂരിഭാഗം തുകയും ഇതിനകം നൽകിക്കഴിഞ്ഞു. മുണ്ടുപൊഴി വെട്ടുകാട് പുളിക്കൽ റോഡ് കൊണ്ടോട്ടി മണ്ഡലത്തിലെ ഈ റോഡിന്റെ 18 കിലോമീറ്റർ ദൂരം DBM and BC നിലവാരത്തിൽ നവീകരിക്കുന്നതിനുള്ള പദ്ധതി ഇപ്പോൾ മൂല്യനിർണ്ണയ ഘട്ടത്തിലാണ്. ഇതും യാഥാർത്ഥ്യമാകുന്നതോടെ ഗതാഗതം കൂടുതൽ എളുപ്പമാകും. ഇവ കൂടാതെ കോഴിക്കോട് എയർപോർട്ട് ജംഗ്ഷനിലെ ഫ്ലൈ ഓവർ പദ്ധതിയും കൊണ്ടോട്ടിയുടെ വികസനത്തിൽ നിർണായകമാകും. റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ് മേൽനോട്ടം വഹിക്കുന്ന ഈ പദ്ധതി വിമാനത്താവളത്തിലേക്കും സമീപ പ്രദേശങ്ങളിലേക്കുമുള്ള ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരം കാണാൻ സഹായിക്കും. ഈ പട്ടികയിൽ തുക കാണിച്ചിട്ടില്ലെങ്കിലും പദ്ധതി അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. തുടർ നടപടികൾ പുരോഗമിക്കുന്നു. ഈ റോഡ് ശൃംഖലയുടെ വികസനം യാത്രാ സമയം കുറയ്ക്കുന്നതിനൊപ്പം വാണിജ്യ വ്യവസായ വളർച്ചയ്ക്കും ഊർജം പകരും. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്നാണ് ശുദ്ധമായ കുടിവെള്ളം. കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റിയിലെ സമഗ്ര കുടിവെള്ള പദ്ധതി ഈ ലക്ഷ്യം മുൻനിർത്തിയുള്ളതാണ്. കേരള വാട്ടർ അതോറിറ്റിയുടെ മേൽനോട്ടത്തിൽ നടപ്പിലാക്കുന്ന ഈ ബൃഹത് പദ്ധതിക്ക് 108 കോടിയിലധികം രൂപയാണ് സർക്കാർ അംഗീകാരം നൽകിയിരിക്കുന്നത്. ഇതിനോടകം 68 കോടിയിലധികം രൂപയുടെ പ്രവർത്തനങ്ങൾ നടന്നു കഴിഞ്ഞു. പദ്ധതി പൂർത്തിയാകുന്നതോടെ കൊണ്ടോട്ടി നഗരസഭാ പരിധിയിലെ ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് ശുദ്ധമായ കുടിവെള്ളം പൈപ്പുകളിലൂടെ വീടുകളിൽ ലഭ്യമാകും. ഇത് ജനങ്ങളുടെ ആരോഗ്യ നിലവാരം ഉയർത്തുന്നതിനും ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും സഹായിക്കും. അടിസ്ഥാന സൗകര്യ വികസനത്തിനൊപ്പം തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് മാനവ വിഭവശേഷി വികസനം. കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജിക് കൗൺസിലിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന വീടിനടുത്ത് തൊഴിലിടം എന്ന ആശയം ഈ ദിശയിലുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ്. 27.5 കോടി രൂപയുടെ ഈ സംസ്ഥാനതല പദ്ധതി പ്രാദേശികമായി നൈപുണ്യ വികസനത്തിനും അതുവഴി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും ലക്ഷ്യമിടുന്നു. കൊണ്ടോട്ടിയിലെ യുവതീ-യുവാക്കൾക്കും ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും. മാറുന്ന ലോകത്തിനനുസരിച്ച് പുതിയ തൊഴിൽ സാധ്യതകൾ കണ്ടെത്തി നമ്മുടെ യുവതലമുറയെ സജ്ജരാക്കാൻ ഇത് സഹായിക്കും. നമ്മളിപ്പോൾ കണ്ടത് കൊണ്ടോട്ടി നിയോജക മണ്ഡലത്തിൽ യാഥാർത്ഥ്യമാകുന്ന വികസന പ്രവർത്തനങ്ങളുടെ ഏതാനും കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. പൊതുവിദ്യാഭ്യാസ രംഗത്ത് കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം, താലൂക്ക് ആശുപത്രിയുടെ നവീകരണം, പകർച്ചവ്യാധി പ്രതിരോധത്തിനായുള്ള ഐസൊലേഷൻ വാർഡുകൾ, യാത്രാക്ലേശം പരിഹരിക്കാൻ 100 കണക്കിന് കോടിയുടെ റോഡ് വികസന പദ്ധതികൾ, ദാഹജലം ഉറപ്പാക്കാൻ ബൃഹത്തായ കുടിവെള്ള പദ്ധതി,
യുവജനങ്ങൾക്ക് തൊഴിൽ സാധ്യത നൽകുന്ന നൈപുണ്യ വികസന പരിപാടികൾ. ഇങ്ങനെ സമസ്ത മേഖലകളിലും വികസനത്തിന്റെ ചലനങ്ങൾ ദൃശ്യമാണ്. ഇവയിൽ ഭൂരിഭാഗം പദ്ധതികളും കിഫ്ബി വഴിയാണ് ധനസഹായം കണ്ടെത്തിയിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. ബജറ്റിന് പുറത്ത് നാടിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് പണം കണ്ടെത്തി പദ്ധതികൾ അതിവേഗം നടപ്പിലാക്കാൻ കിഫ്ബി വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. സർക്കാർ അനുമതി നൽകി വലിയ തുകകൾ ഇതിനകം വിനിയോഗിക്കപ്പെട്ട ഈ പദ്ധതികൾ പൂർത്തിയാകുന്നതോടെ കൊണ്ടോട്ടിയുടെ മുഖച്ഛായ തന്നെ മാറും. വികസന വേദിയിൽ വിജയ കേരളം എന്ന പ്രോഗ്രാമിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റ് മണ്ഡലങ്ങളിലെ വികസനങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.